ഡിയേഴ്സ് എല്ലാവരും സുഖമല്ലേ? അപ്പോൾ പ്രത്യേകിച്ച് വെള്ളവും വെയിലും ഒന്നും വേണ്ടാത്ത നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും അടിപൊളിയായിട്ടിരിക്കുന്ന ഒരു ഇൻഡോർ പ്ലാന്റിനെ കുറിച്ച് പറഞ്ഞു കേട്ടെ. പ്രത്യേകിച്ച് പേരൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ട് വിളിക്കാം. അതിനായിട്ട് ഇതുപോലെ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു 13 സെൻറ്റിമീറ്ററിൽ വരുന്ന 4 സ്ക്വയർ പീസസാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ചെയ്യാനായിട്ട് വേണ്ടത്. എന്നിട്ട് അതിലൊരു 1.5 സെൻറ്റിമീറ്റർ വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഒരു 9 മാർക്കിങ് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഭയങ്കര ചെറിയൊരു റേറ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഏകദേശം ഒരു 30 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് നമുക്ക് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് ഇതുപോലെ ഒന്ന് സ്ട്രൈപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കരുത്. ഒരു താഴത്തെ പോർഷനിൽ ഒരു 2 സെൻറ്റിമീറ്റർ 2.5 സെൻറ്റിമീറ്റർ ഒന്ന് ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കണം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഈ ഒരു ഫോം ഷീറ്റിന് മീറ്റർ 30-25 രൂപ എന്തുവാണ് ആവുന്നത് കേട്ടോ. ഞാൻ കുറേ നാളെ വാങ്ങിച്ചിട്ട് അപ്പോൾ എനിക്ക് കറക്റ്റ് റേറ്റ് ഓർമ്മ വരുന്നില്ല. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം ഓരോന്നിൻ്റെയും ടോപ്പ് പോർഷൻ ഒന്ന് 2 സൈഡ് ഒന്ന് ചരിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ഷേപ്പിൽ കട്ട് ചെയ്യണം അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് 2 സൈഡ് ഒന്ന് ചരിച്ച് കട്ട് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ വേറെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ 4 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അയൺ ബോക്സിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി ചൂടാകാമല്ല, ചെറിയൊരു ചൂടിലായിരിക്കണം ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ഫോം ഷീറ്റും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ആ ഒരു ചൂട് കൊള്ളുമ്പോൾ നമ്മൾ ആ ഒരു ഫോം ഷീറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചുരുങ്ങി വരും, സ്ട്രിങ്കാവും. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളെല്ലാം ചെയ്തെടുക്കാം. ഒട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. നമ്മൾ കൈയൊന്നും പൊള്ളാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ 4 പീസും ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ചൂടോടെ തന്നെ നമ്മൾ ഓരോന്നും ഓരോ ലീവ്സും ഇതുപോലെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട് മുകളിലോട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാത്തിലും ചെയ്തെടുക്കണം കേട്ടോ. അപ്പം കുറച്ചും കൂടെ നീണ്ടു വരും. ചെറിയ ചൂടോട് ചെയ്താലേ വരത്തുള്ളൂ, ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും കേട്ടോ. ഈ ഒരു ഒറ്റ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്, ചെറിയ ചൂടോടെ തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്തതൊക്കെ വേസ്റ്റായി പോകും, കാരണം പൊട്ടിപ്പോവും. അപ്പോൾ അത് പൊട്ടാതിരിക്കണമെങ്കിൽ ചെറിയ ചൂടോടെ തന്നെ വലിച്ച് സ്ട്രെച്ച് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട കളേഴ്സാണ്. ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കുക എന്ന് വെച്ചാൽ വൈറ്റോ യെല്ലോ ക്രീമോ മജന്തയോ മെറൂണോ ഇതിലൊക്കെ ഏതെങ്കിലും കളേഴ്സ് എടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം കോമൺലി നമ്മൾ ഈ ഒരു കോമ്പിനേഷനിലായിരിക്കുമല്ലോ നമ്മൾ യഥാർത്ഥത്തിലും പ്ലാന്റ്സ് കാണാറ്. അപ്പോൾ അങ്ങനെയുള്ള കളേഴ്സ് എടുക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് ഞാനിവിടെ മെറൂൺ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് മിഡിൽ പോർഷനിൽ ഓരോന്നിൻ്റെ മിഡിൽ പോർഷനിൽ അപ്ലൈ ചെയ്തെടുക്കണം. താരൊന്ന് മുകളിലോട്ടൊന്ന് അപ്ലൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ബ്രഷ് ഒന്ന് ചരിച്ച് വെച്ചിട്ട് ഇതുപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും ഒന്ന് അപ്ലൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട യൂസ്ഫുൾ എന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കും. പിന്നത്തേക്ക് ആക്കാണ്ട് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തോളൂ. അപ്പം ഇതുപോലെ എല്ലാം അപ്ലൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു വുഡൻ സ്റ്റിക്കാണ് വേണ്ടത്. ആവശ്യമുള്ള ലെങ്തിൽ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ കബാബ് സ്റ്റിക്ക് അത് തന്നെ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോന്നും ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ഗ്ലൂ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗമ്മിലോട്ട് ഇതുപോലെ വുഡൻ സ്റ്റിക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. നല്ല ടൈറ്റ് ചെയ്ത് തന്നെ ചുറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ ഗമ്മ് തീരുന്തോറും ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തും കൂടെ കൊടുക്കണം. അപ്പോൾ ഒത്തിരി കിടന്ന് നല്ല ടൈറ്റ് ചെയ്ത് വലിച്ച് പിടിക്കുകയൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് സ്റ്റിക്കായി എന്നൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഓരോന്നും കഴിയുന്നതോറും അതിനെ കണ്ടിന്യൂ ആയിട്ട് അടുത്തത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കണം. അപ്പം സാധാ ഫെവിക്കോൾ ആയാലും മതി, അല്ലെങ്കിൽ ഫെവി ബോണ്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ സ്റ്റിക്ക് ചെയ്യുക. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നല്ല ത്രെഡ് ഉപയോഗിച്ച് നമ്മൾ ഫ്ലവറൊക്കെ യൂസ് ചെയ്യുന്ന ത്രെഡ് ഉപയോഗിച്ചിട്ട് ടൈ ചെയ്തെടുത്താലും മതിയേ. അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോൾ വുഡൻ സ്റ്റിക്കൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നമ്മൾ 3 രൂപയുടെയൊക്കെ പേന തീർന്നതുണ്ടെങ്കിൽ അതിന് വേണമെങ്കിൽ ചുറ്റിയെടുക്കുക. ആ ഒരു താഴത്തെ പോർഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പോർഷനൊന്നും ആരും കാണാനൊന്നും പോണില്ലല്ലോ. നിങ്ങൾക്ക് ഈ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ചെറിയ സെറാമിക് പൊടിലോ അല്ലെങ്കിൽ ഫ്ലവർ പീസ് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് എന്താണോ ഭംഗി അതിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ വോളിൽ സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ അതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചുറ്റി എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് അങ്ങ് ചുറ്റി എടുക്കുകയും ചെയ്തു. നന്നായിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അപ്പോൾ എല്ലാം ഒട്ടയങ്ങ് പിടിച്ചെടുത്തോളും. ഇനി നമുക്ക് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ഇരിക്കാനായിട്ട് താഴത്തെ പോർഷന് ഇതുപോലെ ഒന്ന് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉള്ള ആ ഒരു ഗ്ലൂ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തെടുത്തോളൂ കേട്ടോ. അപ്പം പണി കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ പണി കഴിഞ്ഞു. ഇനി കുറച്ച് ചെറിയൊരു മിനുക്ക് പണി അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ലീഫിൻ്റെയൊക്കെ ഭംഗി വരുത്തുണ്ട്. അതിനായിട്ട് ഓരോ ലീഫ് എടുത്ത ശേഷം ബാക്കിലോട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യണം. ഇതുപോലെ ഒന്ന് ബാക്കിലോട്ടൊന്ന് ചുരുട്ടി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ലീഫ് വരും കണ്ടോ. അപ്പം ഇത് കുറച്ചും കൂടെ ഫ്ലെക്സിബിളാണ്. നമ്മളെങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് അതുപോലെ അങ്ങ് ഇരുന്നോളും. അപ്പോൾ ഇത് ഓരോ ലീസായിട്ട് ചെയ്യുന്ന ആ ഒരു ടൈം കുറച്ച് ടൈം എടുക്കും, അത്രയേ ഉള്ളൂ.
അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കരുത്. അത് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും സന്തോഷമാണ്. സബ്സ്ക്രൈബൊക്കെ കാണുമ്പോൾ സന്തോഷമാണ് വരാറ്. അപ്പോൾ നിങ്ങളെ കൊണ്ട് ഈ ഒരു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ള സന്തോഷിക്കുകയാണെങ്കിൽ സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ചൂടെ. അപ്പോൾ നിങ്ങളുടെ ഐഡിയക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ചെറിയ സെറാമിക് പൊടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതൊരു പഴയ ഷാമ്പു പോലും ഒന്ന് വർക്ക് ചെയ്തിട്ട് അതിൽ സെറ്റ് ചെയ്ത് വോളിൽ ഹാങ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ഇതിൻ്റെ പിക്ക് ഇതിൽ അറ്റാച്ച് ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ ബൈ.